മുഖ്യമന്ത്രി ചർച്ചയിൽ അഭിപ്രായം അറിയിക്കാൻ ഡൽഹിക്കില്ലെന്ന് മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. തീരുമാനം വൈകിപ്പിച്ച് പ്രവർത്തകർ തെരുവിൽ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായതിലുള്ള അതൃപ്തിയാണ് കാരണം. ഡൽഹിക്കില്ലെങ്കിലും തന്റെ അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്നാണ് മുല്ലപ്പള്ളി പറയുന്നത്. മുഖ്യമന്ത്രി ചർച്ചയിൽ അഭിപ്രായം അറിയിക്കാൻ മുല്ലപ്പള്ളി അടക്കമുള്ള മുൻ KPCC പ്രസിഡന്റുമാരെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു. മുഹമ്മദ് അസ്ലം വിശദാംശങ്ങളുമായി. അസ്ലം, ഇത്രയധികം ഈ സ്ഥിതി വഷളാക്കിയതിന് ശേഷം ഈ 4 KPCC അധ്യക്ഷന്മാരെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നു ഹൈക്കമാൻഡ്. അതിലൊരാൾ മുല്ലപ്പള്ളിയാണ്. മുല്ലപ്പള്ളിയുടെ സ്റ്റാൻഡ് എന്താണ്? താഴെത്തട്ടിൽ മാത്രമല്ല മുതിർന്ന നേതാക്കളിൽ വരെ വലിയ തോതിൽ അതൃപ്തി ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിലപാട്. അദ്ദേഹം ഡൽഹിയിലേക്ക് എന്തായാലും പോകാനില്ല. മുൻ KPCC അധ്യക്ഷന്മാരെ അഭിപ്രായം ആരായതിനു വേണ്ടി ചർച്ചകൾക്ക് വേണ്ടി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം ഡൽഹിയിലേക്ക് പോകാനില്ല. അതേസമയം തന്നെ ഹൈക്കമാൻഡിൽ നേതാക്കളോട് തന്റെ നിലപാട് പറയുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം തന്നെ വലിയ തോതിൽ അതൃപ്തി അദ്ദേഹമുണ്ട്. കാരണം തെരുവിലേക്ക് ഇത്രയും വലിയ പ്രൗഢമായ ഒരു വിജയത്തിന് ശേഷം അത് ആഘോഷിക്കാൻ പോലും കഴിയാതെ പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോയതിലുള്ള ഒരു അതൃപ്തി അദ്ദേഹം വ്യക്തിപരമായി പങ്കുവെക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സാധാരണ പ്രവർത്തകർക്കോ നേതാക്കൾക്കോ മാത്രമല്ല മുതിർന്ന നേതാക്കൾക്ക് വരെ സാഹചര്യം ഇത്രയും എത്തിയതിലുള്ള ഒരു അതൃപ്തിയുണ്ട്. നേതൃത്വം ഇക്കാര്യത്തിൽ എത്രയും വേഗം തീരുമാനമെടുക്കുകയും ഒരു സമവായത്തിലെത്തിക്കൊണ്ട് മറ്റു പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം അത് നേതൃത്വമാണ് എടുക്കേണ്ടിയിരുന്നത്. എത്രയും പെട്ടെന്ന് എടുക്കണമെന്നൊരു ആഗ്രഹം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നു. എന്തായാലും തന്റെ അഭിപ്രായം എന്തായാലും ഹൈക്കമാൻഡ് നേതൃത്വത്തെ അറിയിക്കും. പക്ഷേ ഡൽഹിയിലേക്ക് പോകാനില്ല എന്ന നിലപാടിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. നമുക്കറിയാം ഈ വിജയം വന്നു, അതിനെ വളരെ പെട്ടെന്ന് തന്നെ നിരീക്ഷകർ വരുന്നു, അഭിപ്രായം തേടുന്നു. പിന്നെ അവിടുന്ന് ഡൽഹിയിലേക്ക് പ്രധാനപ്പെട്ട 3 നേതാക്കളെയും വിളിപ്പിക്കുന്നു. അതിനുശേഷം ഒരു നിശബ്ദതയാണ് ശരിക്കും ഉള്ളത്. വലിയ തോതിൽ പ്രതിഷേധങ്ങൾ വരുന്നു. KC അനുകൂല നിലപാടെടുത്തവർക്കെതിരെ പ്രതിഷേധം വരുന്നു, VD അനുകൂല പ്രകടനങ്ങൾ വരുന്നു, ഫ്ലക്സുകൾ വരുന്നു. ഇതൊക്കെ മുന്നോട്ട് പോയിട്ടും ഒരു ഘട്ടത്തിൽ ഇത് നിർത്തിപ്പിച്ചു എന്നല്ലാതെ ശരിക്കും ഈ തീരുമാനമാകാതെ ഒരിക്കലും പ്രവർത്തകർ അടങ്ങില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. ഫീൽഡിലെ ഒരു അനക്കവും അതോടൊപ്പം തന്നെ ഫീൽഡിലെ പ്രവർത്തകരുടെ രോഷവും ഒക്കെ തന്നെ അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തീരുമാനമാകണം എന്നൊരു നിലപാട് തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെതായ ഒരു നിലപാട് ഈ കാര്യത്തിൽ നിന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടുണ്ട്. അദ്ദേഹം അത് ഹൈക്കമാൻഡ് നേതൃത്വത്തെ അറിയിക്കും. പക്ഷേ ഡൽഹിയിലേക്ക് എന്തായാലും പോകാനില്ല എന്നുള്ളതാണ്. എന്തായാലും ഹൈക്കമാൻഡിന്റെ ഈ തീരുമാനം വൈകുന്നതും തോറും അത് സാധാരണ പ്രവർത്തകർക്ക് മാത്രമല്ല സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് വരെ വലിയ അതൃപ്തിയുണ്ടെന്നതിന് തെളിവാണ് ശരിക്കും മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിലപാട്. മുൻ KPCC അധ്യക്ഷന്മാർ K മുരളീധരൻ, K സുധാകരൻ, MM ഹസൻ എന്നിവരെയാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് ഡൽഹിയിലേക്ക് പോകാനില്ല എന്നാണ് ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിലപാട്. അതിന് കാരണം സാഹചര്യം ഇത്രയും വഷളാക്കിയതിന് ശേഷം ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിന് ഉത്തരവാദിത്തം തങ്ങൾ കൂടി തലയിലേറ്റേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായും ഈ KPCC അധ്യക്ഷന്മാർക്കുണ്ടാകും. അതിലിപ്പോൾ ഡൽഹിയിലേക്ക് പോകേണ്ടതില്ല എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ മറ്റു 3 പേരും ഡൽഹിയിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അസ്ലം തുടരുന്നുണ്ട്. അസ്ലം, ഈ 4 KPCC അധ്യക്ഷന്മാരെയും ഈ സമയം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതിന് കാരണം എന്തായിരിക്കും? ഇതിനകത്തൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡിന് എത്താൻ കഴിയാതെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നേതൃത്വം അകപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. അങ്ങനെയെങ്കിൽ ഈ പ്രസിഡന്റുമാരുടെ കൂടി അഭിപ്രായം എടുക്കാനാണോ, അതോ അവരെടുത്ത ഒരു തീരുമാനം ഇതാണ് സഹകരിക്കണമെന്ന് പറയാനാണോ, താഴെത്തട്ടിൽ കുറെ കൂടി ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് കൂടി ചെലുത്താൻ വേണ്ടിയിട്ടായിരിക്കുമോ? എന്തായിരിക്കും ഉദ്ദേശം? തീരുമാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി തന്നെ ആയിരിക്കും ഫീൽഡിലെ പൾസും അതോടൊപ്പം തന്നെ സംഘടന എങ്ങനെ ഒരു തീരുമാനങ്ങൾ എടുത്താൽ ഓരോ തീരുമാനം എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും താഴെത്തട്ടിൽ പ്രതികരിക്കുക എന്ന് തന്നെ കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യാനായിരിക്കും വിളിപ്പിച്ചതെന്നാണ് നേതാക്കൾ കരുതുന്നത്. തീരുമാനം എടുത്ത ശേഷം എന്തായാലും അറിയിക്കുകയാണെങ്കിൽ ഡൽഹിയിലേക്ക് വിളിപ്പിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട നേതാക്കളെ അതിൽ 5 പേരുണ്ട്. VM സുധീരനുണ്ട്, K മുരളീധരൻ, K സുധാകരൻ, അതോടൊപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്തായാലും ഡൽഹിയിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് മറ്റു നേതാക്കൾ പോകുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിലർ ടിക്കറ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചില ആൾക്കാർ KC വേണുഗോപാലിനെ പ്രത്യക്ഷമായി തന്നെ K സുധാകരനെ പോലുള്ളവർ അനുകൂലിക്കുന്നവരാണ്. അതേസമയം തന്നെ K മുരളീധരനെ പോലെ VM സുധീരനെ പോലെയുള്ള ആൾക്കാർ VD സതീശനാണ് നല്ലത് എന്ന ഒരു ജനവികാരം പരിഗണിക്കുന്ന അഭിപ്രായമുള്ള ആളാണ്. MM ഹസന്റെ നിലപാട് അറിയേണ്ടതുണ്ട്. ഗ്രൂപ്പിന് പൊതുവെ ഗ്രൂപ്പ് KC വേണുഗോപാലിനൊപ്പം സംസ്ഥാനത്ത് നിന്നിട്ടുണ്ട്. MLA അടക്കമുള്ള ആൾക്കാർ. അത് ബെന്നി ബെഹനാനെ KPCC പ്രസിഡന്റ് അധ്യക്ഷനാക്കാനുള്ള ഒരു നീക്കം കൂടി അതിന്റെ ഭാഗമായി ഉള്ളതും ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം ഗ്രൂപ്പിന്റെ നേതാവാണെങ്കിൽ പോലും സ്വതന്ത്രമായി നിലപാടെടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ എന്ത് നിലപാടെന്നത് അറിയേണ്ടതുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായി ഹൈക്കമാൻഡ് ഓരോരുത്തരുടെ വ്യക്തിപരമായ ചോയ്സ് എന്നതിലപ്പുറത്തേക്ക് ഈ തീരുമാനങ്ങൾ എങ്ങനെയായിരിക്കും
താഴെത്തട്ടിൽ സംസ്ഥാനത്ത് അതിനെ ബാധിക്കുക, അത് സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകരിൽ, കോൺഗ്രസ് നേതാക്കളിൽ, UDF നേതാക്കളിൽ, സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ എത്രത്തോളം ആഘാതം ഉണ്ടാക്കും ഓരോ തീരുമാനവും എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശകലനത്തിൽ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചുള്ള ഒരു സഹായം കൂടി നമുക്കറിയാം. നേരത്തെ MLA-മാരുടെ അഭിപ്രായം രൂപപ്പെട്ടു വന്നിരുന്നു. നേതാക്കളുമായി സംസാരിച്ചു. ഒരു ഷാഡോ ഏജൻസിയെ നിയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ പൾസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചു. അതും വന്നു. അതും VD സതീശന് അനുകൂലമായ ഒരു ജനവികാരം കേരളത്തിലുണ്ടെന്നുള്ള വിവരം കിട്ടുന്നു. ആ അർത്ഥത്തിൽ പല തരത്തിലുള്ള ഏജൻസികളുടെ അഭിപ്രായം തേടുന്നതോടൊപ്പം തന്നെ മുൻ KPC അധ്യക്ഷന്മാർ, വളരെ സജീവമായ പാർട്ടി രംഗത്തുള്ള മുൻ KPC അധ്യക്ഷന്മാരുമായി കൂടി ചർച്ച ചെയ്തിട്ട് അവസാനം ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ തെറ്റിപ്പോയിട്ടുള്ള സംസ്ഥാനത്തെ കോൺഗ്രസിനും UDF-നും അനുകൂലമായ ഒരു തീരുമാനമാകണം എത്തേണ്ടത്, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തതിന്റെ പേരിൽ സംസ്ഥാനത്തെ സംബന്ധിച്ചോളം കേരളത്തിലെ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും അനുകൂലമായ സാഹചര്യം UDF-നുള്ള, പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു പാറ്റേൺ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പായി എന്തായാലും 18 അല്ലെങ്കിൽ 19 സീറ്റിലേക്ക് കൃത്യമായ ഒരു അക്കം പാർലമെന്റിലേക്ക് നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടുത്തെ മുന്നണി സംവിധാനം, ഇവിടുത്തെ വിവിധ സാമൂഹിക വിഭാഗങ്ങളുമായിട്ടുള്ള UDF-ന്റെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെ അടുപ്പം, അങ്ങനെ വലിയ ആനുകൂല്യങ്ങളുള്ള, വലിയ അനുകൂലമായ സാഹചര്യം നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഈ അനുകൂല സാഹചര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളെ പോലെ പഴി കേൾക്കേണ്ടി വരും ഹൈക്കമാൻഡിന്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് 2 ദിവസം താമസിച്ചാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം, ആ തീരുമാനം തെറ്റാണെന്ന് പിന്നീട് നേതൃത്വത്തിനോ അല്ലെങ്കിൽ അണികൾക്കോ പറയാൻ സാഹചര്യം ഉണ്ടാകരുത്. ആ അർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അവസാനഘട്ട ഒരു ആലോചന എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ മുരളീധരനാണെങ്കിലും MM ഹസനാണെങ്കിലും VM സുധീരനാണെങ്കിലും മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഇപ്പോഴും K സുധാകരനാണെങ്കിലും ഇപ്പോഴും രാഷ്ട്രീയത്തിൽ സജീവമാണ് എന്ന് മാത്രമല്ല ഫീൽഡിലെ പൾസുകൾ പലതും അറിയുന്ന ആൾക്കാരാണ്. നേതാക്കൾ പലരും ആശയവിനിമയങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ട്, നേതാക്കളും പ്രവർത്തകരും ആശയവിനിമയം സൂചിപ്പിച്ചതുപോലെ തന്നെ സമയം വൈകിയിരിക്കുന്നു, സാഹചര്യം കൂടുതൽ വഷളായിരിക്കുന്നു. എന്നാലും ഒരു പാളുന്ന തീരുമാനത്തിലേക്ക് എത്താതെ ഒരു ബുദ്ധിപരമായ നീക്കത്തിലേക്ക് തന്നെ അല്പം വൈകിയാലും അതിലേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. അതുകൊണ്ടും കൂടിയാണ് അവസാനവട്ട ശ്രമങ്ങളിലേക്ക് കടക്കുന്നത്.